ഇത് പശുക്കുട്ടി പശുക്കുട്ടിയല്ല ആട്ടിൻകുട്ടി. നിങ്ങൾ എന്നെ കുറേ നാളായാലും കണ്ടിട്ട്. ഞാൻ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയിന്ന്. നമ്മളിപ്പോൾ വീണ്ടും ഒരു ചെറിയ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഹാർഡ് കോറാണ് ഗൈസ് കളിക്കാൻ പോണേ. ഹാർഡ് കോറാണ് അറിയാലോ. ചത്ത പിന്നെ നമുക്ക് ഇനി ഈ സീരീസ് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം സൂക്ഷിച്ച് നമുക്ക് കളിക്കാം. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ ഈ സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത് കഷ്ടപ്പെട്ട് എടുത്തതാണ്. ഈ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെന്താ, ഇവിടെ ഒരു കേവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഐലൻഡ് ടൈപ്പ് ഒരു സീഡ് നോക്കിയതാണ്. സത്യം പറഞ്ഞ ഒരു ഐലൻഡാണ്. ഞാൻ ഒരു ഐലൻഡ് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാണ്. ഒരു ഐലൻഡിൽ ഹാർഡ് കോർ കളിക്കണം എന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഈ ഐലൻഡൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു കൊട്ടാരം പോലെയാക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. വില്ലേജറാക്കാനും അതൊക്കെ നടക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ദൈവം ഇപ്പം അവിടെ വിളിച്ചത്തേനെ. ഇപ്പം എന്താ കൊക്കയോ? ഊഫ്, അവിടെ വെള്ളം പോലും ഇല്ല കേട്ടോ. ചത്തു മോനെ, നീ എങ്ങനെ ഇങ്ങോട്ട് വരും? അവൻ താഴെ വീണ് ചാവട്ടെ കേസ്. കുറേ വില്ലേജേഴ്സ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുഡ് കിട്ടി. ഓക്കെ, സീഡ് എല്ലാം കിട്ടി. പിന്നെന്താ, പിന്നെ അയിലു അവൻ അങ്ങോട്ടോട്ടെ. അവൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ അടിച്ചു മാറ്റി. ഇത് ഹേബേലി, ഒരു ഹേബേലിങ് ഒരു ഹേബേലി അതും കിട്ടി. പിന്നെ നമുക്ക് സ്റ്റോണൊക്കെ എടുക്കണം. ആദ്യം ഒരു മരം വെട്ടണം. മരം ഇല്ല ഇവിടെ. ഇതേ നിൽക്കണ ഒരു മരം. ഈ മരം തന്നെ വെട്ടണ്ട, അത് അവിടെ ഇരിക്കണമല്ലോ. നമുക്ക് പുറത്തോട്ട് വെട്ടാം. ഓക്കെ, അപ്പോൾ ഈ മരം മുറിക്കുമ്പോഴേക്ക് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിക്കുക ഗൈസ്. ഈ മരമൊക്കെ ഞാൻ പെട്ടെന്ന് മുറിക്കട്ടെ. ഓക്കെ, മുറിച്ച്. ഇനി നമുക്ക് സ്റ്റോണേജ് ആവണം. അതിനൊരു അവിടെ ആയിട്ട് ഞാൻ ഒരു കേവ് കണ്ടുണ്ടായി, ഒരു ചെറുത്. ആ വീടിൻ്റെ അടിയിൽ നമുക്ക് അവിടെ ചെല്ലാം. വീടിൻ്റെ അടിയിലൊക്കെ ഓട്ടം. ഇത് ആരുടെ പണിത്? ഓക്കെ, ഇത് ഇവിടെ അയണം കൂടി ഉണ്ട്. അയണം കൂടി നമുക്ക് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് എടുക്കാം. അവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, നമ്മുടെ ഫസ്റ്റത്തെ ക്രാഫ്റ്റിംഗ് ടേബിളാണ്. ഓക്കെ, ഇതോടെ ഇനി നമുക്കൊരു പിക്കാക്സ്, സ്റ്റിക്ക് വേണം, പിന്നെ ഒരു വുഡൻ പിക്കാക്സ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കണം. എന്നിട്ട് സ്റ്റോൺ പിക്കാക്സ് മാത്രമേ അതിന് മുറിക്കാൻ പറ്റുള്ളൂ. മുറിക്കട്ടെ. സ്റ്റോണൊക്കെ ഒരു 3 മതിയില്ല. അല്ലേ വേണ്ട, കുറച്ചധികം എടുക്കാം. നമുക്കൊരു ഫർണസൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ. മതി, ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കണം. എല്ലാ ടൂൾസും ഒരു ഫർണസ് ഉണ്ടാക്കാനുള്ളത് തികയുമായിരിക്കും. ഒരു ഇത് ഫർണസൊക്കെ കറക്റ്റായി ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ അയണം കൂടി അങ്ങ് മുറിച്ചെടുക്കാം. ഒരു 10 ഉണ്ടാവണേ. 2 വേറില്ലേ, നമ്മുടെ കണ്ണ് ഒളിപ്പിച്ച് വെച്ചേക്കാം. 4 കണക്കേറ്റി 5 ഉണ്ടെന്ന് പ്രതീക്ഷിക്കണം. അതൊക്കെ മതി. ഇനി നമുക്കിത് ഉരുക്കിയിട്ട് നമുക്ക് ആദ്യം ഒരു ബക്കറ്റും ഷീൽഡും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ആ കേവിൽ പോവാം. ഹാർഡ് കോറാണ്, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ ആവാൻ പോവാന്ന്. ഇപ്പം എനിക്കറിയാൻ മറ്റേ കോപ്പറിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആ വെർഷൻ തന്നെയാണ് ഞാൻ. പക്ഷേ കോപ്പർ ആർമർ ഉണ്ടാക്കിയ അത്ര ഇതുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അയൺ ആർമർ തന്നെ ഉണ്ടാക്കാൻ പോവാം. എനിക്ക് വയ്യ എൻ്റെ ഹാർഡ് കോർ വെച്ച് എനിക്ക് ഈ ഒരു ഇത് കളിക്കാൻ. ഇതിൽ എക്സ്പ്ലേ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണില്ല. നമ്മൾ അയൺ ആർമർ ആവാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കോപ്പറിൻ്റെ ആർമർ എന്തെങ്കിലും ഉണ്ടാക്കി ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പം ഞാൻ പറയണില്ല, പിന്നെ ഒരു ദിവസം ഓക്കെ വല്ല ലൈവ് വരുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കുറേ സാധനങ്ങൾ കിട്ടും. ഈ ബെഡ് പൊട്ടിക്കണ്ട, വില്ലേജർമാരെ ഇങ്ങോട്ടില്ലേ ഇറങ്ങി ഓടും. ഓക്കെ, നമുക്ക് ഇനി കേവി പോവാം ഗൈസ്. കേവി പോണ മുമ്പ് എല്ലാവരോടും പറയാണ്, ഞാൻ ചത്തു പോകാണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്കറിയാം എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന്. കേവി പോണോണ്ട് ഞാൻ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം. പിന്നെ ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വെള്ളമൂടെ കയറി പോവാം. കേവ് എത്തട്ടെ. കേവ് നടന്നിട്ടും തീരുന്നില്ല. ഇവിടെ ലൂട്ട് എടുത്തത് ഒരു ബെഡും കൂടി എടുത്തേക്കാം. അല്ലെങ്കിൽ ഈ ബെഡ് പൊട്ടിക്കാം. ഓക്കെ, ഈ ബെഡും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേവി പോവാം. രാത്രി ആവാറായി, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചത്തു. ഇവിടെ നിന്ന് ചാടി ഞാൻ ചാവൂ. വ്യക്തിപരമായ കളികളാണ് കളിക്കുന്നത്. നമുക്ക് ഇവിടെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ടാണ്. ഓക്കെ, എല്ലാം സൂക്ഷിച്ച് വേണം മനസ്സ്. ഇനി കിടക്കാം.
സുപ്രഭാതം സുപ്രഭാതം. ഇനി നമുക്ക് പതുക്കെ സൈഡിൽ കൂടെ ഇരിക്കണ അയണൊക്കെ വാരാം. നമുക്ക് ഇപ്പം തന്നെ ഒരു അയൺ ആർമർ കിട്ടണത് അയൺ എടുത്തിട്ട് നമ്മൾ ആർമർ ഉണ്ടാക്കി ഇടാൻ പോവാണ്. കാരണം എപ്പോഴാണ് ഒരു ക്രീപ്പർ വന്ന് പൊട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. വേണ്ട, ഒരു സ്കെൽട്ടൻ മതി. ഒരു ഇത് ഹാർഡാണ്. ഒരു കുട്ടി സോമ്പി പോയിട്ട് ഒരു വലിയ സോമ്പി വന്നാൽ തന്നെ നമ്മൾ ചാവും. ഇതെന്തത് ഗുണാക്കേവാ? ഇത് പറഞ്ഞു നിന്നില്ല. ഇത് അവിടെ ഒരു ക്രീപ്പറും സ്കെൽട്ടനും കൂടി എന്നെ നോക്കി ചിരിക്കണം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വൈദ്യുതി വന്നു. ഇവിടെ ലാവയൊക്കെ ഉണ്ട്. അവിടെ കുറേ ഡയമണ്ട് കാണും. പക്ഷെ എനിക്ക് പോകാൻ പേടിയാണ്. എന്താ ഇത്? നമുക്ക് വേണമെങ്കിൽ ഷെയ്ഡർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നൈറ്റ് വിഷൻ കിട്ടും. ഞാൻ മറ്റേ നൈറ്റ് വിഷൻ്റെ മോഡ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ വേണ്ട. ഇത് കുറച്ച് ത്രില്ലറായുണ്ട്. അത് കുറച്ചധികം അയൺ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഏട്ടാ പറഞ്ഞു തീർന്നില്ല. അതേ ഒരു ഒച്ച കേൾക്കുമ്പോൾ പേടിയാവാണ്. ഞാൻ ഫുൾ സൗണ്ട് ഇട്ടിട്ട് കളിക്കണം. എൻ്റെ സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ ഒന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം മീറ്റിംഗ് ഒക്കെ എവിടെ നിന്ന് കയറി വരണാണോ? ആർമർ ഇല്ലാണ്ട് ഇത്ര അടിക്കും. ആർമർ കൂടി ഉണ്ടായിട്ട് കുറച്ച് ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണേ. ഇവിടെ ആയാണ് കുറച്ച് കോളൊക്കെ എടുത്തേക്കാം. നമുക്ക് എല്ലാം എപ്പോഴാണ് എന്താ ആവശ്യം വരാന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഹലോ ഗൈസ്, ഹാർഡ് കോറിന്റെ 1ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. ഞാൻ നേരത്തെ ചത്തുവെങ്കിലും വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഒന്നും കൂടി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഒന്നും കൂടിയും അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചാവാണ്ടിരിക്കാൻ ഞാൻ മാക്സിമം നോക്കാം. ഇത് 2ാമത്തെ ട്രൈ അല്ലേ, പേടിക്കണ്ട, ചാവുന്നില്ല. നേരത്തെ ഒരു കയ്യബദ്ധം. ഞാൻ വിചാരിച്ചത് എന്തോ ഒരു ഒച്ച. ഞാൻ തിരിഞ്ഞു നോക്കല്ല, അപ്പൊ തന്നെ പൊട്ടി. ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ ഇപ്പോൾ നൈറ്റ് വിഷൻ ഓൺ ആക്കിയുണ്ട്. എനിക്ക് നേരത്തെ ഒന്നും കാണാനും പറ്റില്ല, ഒന്നും കേട്ടു. പക്ഷെ ഞാൻ എന്താ പറ്റിയെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ നൈറ്റ് വിഷൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ ഷെയ്ഡർ ഇട്ടാണ്ടായി. ഇപ്പം നൈറ്റ് വിഷൻ, ഇപ്പോൾ ഷെയ്ഡർ ഓഫാണ്. നമുക്ക് മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ ഷെയ്ഡർ ഓൺ ആക്കാം. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാം. പിന്നെ അവിടെ ലാവയുണ്ട്. ആ ലാവയുടെ അകത്ത് ചിലപ്പോൾ ഡയമണ്ട് കാണും. അതുകൊണ്ട് നമുക്ക് അതൊന്ന് മുങ്ങിത്തപ്പി നോക്കണം. പറ്റുകയാണെങ്കിൽ അതിന് മുമ്പ് 24 അയൺ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെറിയൊരു ആർമറൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമ്മളാണെങ്കിൽ ആർമറൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കാനില്ല. ഇനി നമ്മൾ ചത്ത എനിക്കൊന്നും പറയാനില്ല. ഞാൻ അത്ര മണ്ടനാന്ന് നിങ്ങൾ ഉറപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് മാക്സിമം മുന്നോട്ട് പതുക്കെ പോവാൻ. സൂക്ഷിച്ച് വേണം പോവാൻ. വീണ്ടും അയൺ നമുക്ക് മാക്സിമം കിട്ടണ അയണൊക്കെ കളക്ട് ചെയ്യാം. പറ്റാണെങ്കിൽ ഈ എപ്പിസോഡിൽ ഡയമണ്ട് ആർമർ ആയ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലാണ്. പിന്നെ ചാവില്ലല്ലോ. ഡയമണ്ട് ആർമറൊക്കെ ഇട്ടിട്ട് ചാവാണെങ്കിൽ ഞാൻ അത്ര ഇല്ല, ഞാൻ ചാവുന്നില്ല. അത് വെറുതെ പറഞ്ഞാൽ ഒരു സൂമ്പി. ഇവരൊക്കെ നമ്മൾ ഇട്ടാണ്ട് കൊല്ലും. ഇതൊക്കെ സിമ്പിളാണ് കേസ്. കണ്ട മണ്ടൻ എന്നെക്കാളും വലിയ മണ്ടനെ ഞാൻ ആദ്യമായിട്ട് കാണണേ. എന്റെ പൊന്ന് ഗൈസ്, പുറം ലോകം കണ്ടപ്പോ എന്താ ഒരു സുഖം. ഇത്ര നേരം ഞാൻ ഒരു ഗുണത്തിന്റെ അകത്ത് മറ്റേ ഒരു ശാസ്ത്രം കിട്ടിയത്. മറ്റേ അതന്നെ രാത്രിയാണ്. ഒന്ന് പോയി കിടക്കണം. അതിന് മുമ്പ് ഇവിടെ കുറെ സൂമ്പികള് മഞ്ഞകളല്ല. നമുക്കൊന്ന് പെട്ടെന്ന് പോയി ഒന്ന് കിടക്കാം. എവിടെങ്കിലും വല്ല ബെഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്റെ കയ്യിൽ ബെഡ് ഉണ്ട്, എന്നാലും എനിക്ക് മടിയാ. നമുക്കൊരു വീട്ടിൽ പോയി കിടക്കാം. വീട് ഇവിടെ 2 ഉണ്ട്. അവിടെ നോക്കാം. ഇതെന്താ ഇനി കിടക്കാം. എനിക്ക് ഇപ്പോഴും സ്വീറ്റ്. ഞാൻ നേരത്തെ ചത്തിട്ടുണ്ടായി. ഇത് 2ാമത്തെ ഇതാണ്. സോറി. ഓക്കെ, ഇത് ഞാനോട് പറയാൻ എല്ലാം മനസ്സിലായില്ലേ? അത് തന്നെ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാ? ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് നല്ല വീഡിയോ പണിയാം. അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നണു. ഇപ്പൊ തന്നെ ഒരു 10-15 മിനിറ്റ് ആയി. അപ്പൊ എല്ലാവർക്കും കുറച്ച് നേരം വൈകിയെങ്കിലും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഒന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ. നാളെ കാണാം.